ഹേ ഓൾ അസ്സാം വലൈക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മൈസൂർ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് റൂഫ് ടോപ്പിലൊക്കെ ചുമ്മാ ഒന്ന് നടന്ന് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. കോഫിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോഫിയൊക്കെ കുടിച്ച് പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആശീർവാദ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് വട, പൂരി, ഗീ റോസ്റ്റ്, മസാല ദോശ, പിന്നെ ടീ, ആൽമണ്ട് മിൽക്ക്, അങ്ങനെ ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഷിട്ടു ഷിട്ടു സിട്ടു സിട്ടു ഇസ്തുബി കുന്നുബി ഇസ്തുബി കുന്നുബി. നമ്മൾ പോകുന്നത് മൈസൂർ സൂവിലോട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഒരു ഫുൾ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ സൂവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറേബ്യൻ കാസിനോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലോട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, തൈര് സാദം, റൊട്ടി, ഗ്രിൽഡ് ചിക്കൻ, ഡ്രിങ്ക്സ് ആയിട്ട് സ്ട്രോബെറി ഷേക്കും മിൻറ്റ് ലൈമും പിന്നെ ബോൾ ഗ്രേപ്പും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മളിതാ മൈസൂർ പാലസിലോട്ടാണ് പോകുന്നത്. പാലസിൽ എപ്പോഴും പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്യാം.
നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയ ശേഷം നേരെ വന്നിട്ട് സ്നൂക്കറും ഫൂട്ബോളൊക്കെ കളിച്ചിനി ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള എംപയർ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിൽഡ് ചിക്കൻ, ലോഡഡ് ഫ്രൈസ്, കൊറിയൻ ചിക്കൻ, ഷവർമ, ബട്ടർ ചിക്കൻ, ഗാർലിക് നാൻ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് പറയാതിരിക്കാൻ വയ്യ. മൈസൂരിൽ നമ്മൾ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഫെലൂദ നേഷൻ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചത് കാരണം തന്നെ നമ്മൾ 2 ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. ഒന്ന് ടെൻഡർ കോക്കനട്ടും പിന്നെ സ്ട്രോബെറിയും. ആസ് യൂഷ്വൽ രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഒന്ന് ഉറങ്ങി എണീറ്റ് മോർണിംഗ് ആയി. ഇതാ 2 ഡേയ്സ് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കുറച്ച് മൈസൂർ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗുരു സ്വീറ്റ് മാർട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ സ്വീറ്റ്സ് നല്ല പോപ്പുലറാണ് കേട്ടോ. കുറേ ബോക്സ് ഇതേപോലെ മിക്സ് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ ഗീ പാക്ക്, വേറെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയ ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എംപയർ റെസ്റ്റോറൻറ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വീണ്ടും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി, ചിക്കൻ പോപ്സ്, ലോഡഡ് ഫ്രൈസ്, പിന്നെ ബർഗേഴ്സ്. ഇതായിരുന്നു കേട്ടോ നമ്മൾ ലഞ്ചിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് മൈസൂരിനോട് ബായ് പറഞ്ഞതാ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലൂടെ പാസ് ചെയ്യുമ്പം കുറച്ച് മാൻകൂട്ടങ്ങളെയും എലിഫൻറ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വാൾനട്ടിൽ വന്നിട്ടുള്ളതാണ്. വാൾനട്ട് ബേക്കറി. ഇവിടുത്തെ ബണ്ണ് നല്ല പോപ്പുലറാണ്. അപ്പോൾ ഇവിടുന്ന് ബണ്ണൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ നാട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ന്യൂ വീഡിയോസായിട്ട് കാണുന്നത് വരെ ബൈ.